പിന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രോബ്ലം, എൻ്റെ മൈൻഡ് സെറ്റാണ് എൻ്റെ പ്രോബ്ലം എന്നുള്ള മനസ്സിലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം സാറ് പറഞ്ഞ ഓൾറെഡി ഈ 25 ഫ്രെയിം വർക്കിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് പോയപ്പോഴാണ് സാർ ആക്സിഡൻ്റ് ആയിരുന്നത്. പക്ഷേ രണ്ടാമത്തെ ആക്സിഡൻറ്റ് സംഭവിച്ചത് എൻഗേജിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു, എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. ശരിക്കും തോന്നുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടി നടത്തിയൊരു പ്രോഗ്രാം ആണെന്നാണ്. കാരണം ഞങ്ങൾ തുടങ്ങി ഒരു 1.5 വർഷമായി. പക്ഷെ ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരു 4 months ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കിൽ പോകുന്നുണ്ട്. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു എംപ്ലോയി മൈൻഡ് സെറ്റാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനോട് സാറ് നല്ല രീതിയിലും മോശപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ മാറി ഇന്ന് കിട്ടിയ വർക്ക്ഷോപ്പിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും സക്സസ് ആയ കമ്പനികളിൽ ഒരു കമ്പനി എൻ്റെ കമ്പനിയായി. ഞാനത് ഡിക്ലെയർ ചെയ്യാൻ കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. സാർ അങ്ങനെയാണ്, നമ്മളില്ലാത്ത സമയത്തും നമ്മുടെ ബിസിനസ് എങ്ങനെ വളർത്താം, നമ്മളെ എങ്ങനെ ഗ്രോ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് ഡിസ്കസ് ചെയ്യും. പലപ്പോഴും സാറ് വിളിച്ചിട്ട് പറയും, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. സാറിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം ചോദിക്കും, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. സോ അത്തരത്തിലൊരു മെൻറ്ററാണ് സാറ്. ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ നെക്സ്റ്റ് ഫേസ് സിസ്റ്റം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. ഇപ്പോൾ വഴിയെ സാറിനോട് ചോദിക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് അത് അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ടീമിനും ശ്രീ സാറിനും നന്ദി. സാറിനെ കണ്ടുമുട്ടിയത് ഞാനും എൻ്റെ ടീമും ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. താങ്ക് യു സോ മച്ച്. എൻ്റെ കമ്മ്യൂണിറ്റി താങ്ക് യു.